നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത്. നിയമനിർമ്മാണത്തിലൂടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ആലോചനയിലാണ് സർക്കാരെന്ന് മന്ത്രി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ആശങ്ക വേണ്ടെന്ന റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിന് ഇരയായ അവസാന വ്യക്തിയെയും ജനകീയ ഇടപെടലിലൂടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയായ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലേക്ക്. നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുവാൻ മന്ത്രിമാരായ കെ രാജൻ, എ കെ ശശീന്ദ്രൻ എന്നിവർ പാർക്ക് സന്ദർശിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കത്ത് വൻ കഞ്ചാവ് വേട്ട. ചരക്ക് വാഹനത്തിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 80 കിലോഗ്രാമോളം കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ പിടികൂടി. സംഭവത്തിൽ 3 തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. 2 പേർ ഓടി രക്ഷപ്പെട്ടു. മറ്റത്തൂർ മുപ്പിളി പ്രദേശത്ത് കഴിഞ്ഞ രാത്രി കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. താളൂപ്പാടം സ്വദേശി കളത്തിങ്കൽ ഡേവിസ് പാട്ടഭൂമിയിൽ കൃഷി ചെയ്ത 200ഓളം വാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. പെരിഞ്ഞനത്ത് കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിലെ കുഴിമന്തി പാചകം ചെയ്ത വെസ്റ്റ് ബംഗാൾ സ്വദേശി മജ്ഹാർ ആലമിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടം ഇഞ്ചോടിഞ്ച്. കലോത്സവം നാളെ സമാപിക്കും. കൊല്ലൂർ CIയെ കുത്തിയ അനന്തു മാരിക്കെതിരെ 10 ക്രിമിനൽ കേസടക്കം 16ഓളം കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു. പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാലയുടെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നു. ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പഴയ കെട്ടിടം സുരക്ഷിതമല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിനെ തുടർന്ന് വർഷങ്ങളായി ഉപയോഗിക്കുന്നില്ല. ദേശീയപാത കൊരട്ടി ചിറങ്ങര അടിപ്പാത നിർമ്മാണ വിഷയത്തിൽ ഇനിയും വ്യക്തമായ ധാരണയായില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗം സമവായമാകാതെ പിരിഞ്ഞു. പുന്നയൂർ കുരഞ്ഞിയൂരിൽ പ്രവർത്തനം നിലച്ച PJ അഗ്രോ ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന കെമിക്കലും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളും നിർവീര്യമാക്കുവാൻ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. SBI ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറിയും മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയറും സംയുക്തമായി നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. MLA ഫണ്ടിൽ നവീകരിച്ച ഓട്ടുപാറ ഉദയനഗർ 2nd സ്ട്രീറ്റ് റോഡ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന മികച്ച ഭിന്നശേഷി സർഗാത്മക ബാലിക അവാർഡിന് അർഹയായ അയ്യന്തോൾ പുതുർക്കര സ്വദേശിനി ആൻ മൂക്കനെ ആദരണീയം സാംസ്കാരിക പൗരാവലി ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേരമൽ രാമകൃഷ്ണൻ ഉപഹാരം സമ്മാനിച്ചു. പ്രസിദ്ധമായ കൊടകര ഷഷ്ടി നാളെ ആഘോഷിക്കും. കൊടകരയുടെ ദേശീയ ഉത്സവം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കങ്ങൾ തട്ടകത്ത് പൂർത്തിയായി കഴിഞ്ഞു. പാവറട്ടി വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 60ാം വാർഷികാഘോഷവും പ്രദർശനവും ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം നിർവഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്തിലെ 3 പേരുടെ ചികിത്സാ സഹായ സമാഹരണത്തിനായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട് ഒന്നിക്കുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന രാജു, വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അതുൽ കൃഷ്ണ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന അമ്പാടി എന്നിവർക്കായാണ് നാട്ടുകാർ ധനസമാഹരണം നടത്തുന്നത്. അഭിഭാഷകരുടെ അവകാശ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് കോടതിക്ക് മുന്നിൽ ധർണ നടത്തി. മുൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PI ലോനപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ അനുസ്മരണം തിച്ചൂരിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി M രവീന്ദ്രൻ അധ്യക്ഷനായി. ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും കുടുംബസംഗമവും ഞായറാഴ്ച തൃശൂരിൽ നടക്കും. തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസും ഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ഫാദർ ഡേവിസ് ചിറമ്മലും നിർവഹിക്കും.
സഹൃദയവേദി 58ാം വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹ്യ സാഹിത്യ ഭാഷാ പത്രപ്രവർത്തന മേഖലകളിൽ നൽകുന്ന അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഈ മാസം 10-ന് സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷൺ പുരസ്കാരദാനം നിർവഹിക്കും. വരന്തരപ്പള്ളി പഞ്ചായത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ച മൊബൈൽ ക്രിമിറ്റോറിയം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ച് തൃശൂർ പൂരം നടത്താൻ കഴിയില്ലെന്ന പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പ്രതിസന്ധി പരിഹരിക്കാൻ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൃശൂരിൽ പ്രതിഷേധ കൺവെൻഷൻ സംഘടിപ്പിക്കും. പ്ലാസ്റ്റിക് വർജന പ്രവർത്തനങ്ങളിൽ അടുത്ത പടി കടന്ന ജയിലിലെ ഫ്രീഡം ചപ്പാത്തി വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് വർജനം ലക്ഷ്യം വെച്ച് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പേപ്പർ കവറിലാണ് ചപ്പാത്തി പാക്ക് ചെയ്യുന്നത്. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 13ാമത് തൃശൂർ വാക്കത്തോൺ ഞായറാഴ്ച സംഘടിപ്പിക്കും. ഞായറാഴ്ച രാവിലെ 6:30-ന് പാലസ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തൃശൂർ കെന്നൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ശ്വാന പ്രദർശനവും പ്രഥമ പെറ്റ് ഫാഷൻ ഷോയും ഞായറാഴ്ച തൃശൂരിൽ നടക്കും. ടോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പ്രദർശനത്തിൽ 30ഓളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ശ്വാനന്മാർ പങ്കെടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETOയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. PFRDA നിയമം പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ വധശ്രമക്കേസിൽ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂളിമുട്ടം ഭജനമഠം സ്വദേശികളായ ഇളയരാം പുരയ്ക്കൽ രാഹുൽ രാജ്, കൂരാംപുറത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. PR അരവിന്ദാക്ഷനെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിനെതിരെ വടക്കാഞ്ചേരി നഗരസഭാ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. അയോഗ്യനായ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ PR അരവിന്ദാക്ഷനെ പങ്കെടുപ്പിച്ച് നഗരസഭാ യോഗം നടത്തിയ ചെയർമാൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. YWCA ഓഫ് ഇന്ത്യ സൗത്ത് വെസ്റ്റ് റീജിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാർ ശനി ഞായർ ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. ശനിയാഴ്ച നടക്കുന്ന സെമിനാറിന്റെ ഉദ്ഘാടനം ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് നിർവഹിക്കും. സാമൂഹ്യ പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന ജനാബ് RP മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണാർത്ഥം എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ കുട്ടികൾക്കായി സംസ്ഥാനതല ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. ചിത്രകാരൻ കൃഷ്ണദാസ് കടവനാട് സമ്മാനദാനം നിർവഹിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനത്തിന് എറിയാട് തുടക്കമായി. പൊതുസമ്മേളനം ഞായറാഴ്ച നടക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അരിമ്പൂർ യൂണിറ്റ് സമ്മേളനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഒളരി കാഞ്ഞാണി റോഡിൽ സിവിൽ ലൈൻ സ്റ്റോപ്പിന് സമീപം റോഡിൽ രൂപപ്പെട്ട കുഴി അടച്ചില്ലെന്ന് ആക്ഷേപം. അടിയന്തരമായി റോഡിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ. പൈതൃക സംരക്ഷകനായ അധ്യാപകനെ കാണാൻ വിദ്യാർത്ഥികൾ വീട്ടിലെത്തി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത വിദ്യാർത്ഥികളാണ് പാഠപുസ്തകങ്ങളിൽ പരിചയപ്പെട്ട പൈതൃക വസ്തുക്കളെ കാണുവാനും പഠിക്കുവാനുമായി റിട്ടയർഡ് അധ്യാപകനായ നമ്പഴിക്കാട് സ്വദേശി ആന്റണി മാസ്റ്ററുടെ വസതിയിൽ എത്തിയത്. തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജിലെ അധ്യാപകനായ അനഘോഷ് രചിച്ച കവിതാ സമാഹാരം ഗോദാവരി കോളേജ് പ്രസിഡന്റ് TS സജീവിന് നൽകി കവി വിജി തമ്പി പ്രകാശനം ചെയ്തു. കോളേജ് പ്രസിഡന്റ് TS സജീവ് അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തുറയൻ ഉദ്ഘാടനം ചെയ്തു. കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇഞ്ചമുടി കുറുമ്പിലാവ് ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടക്കും. കലാപരിപാടികളുടെ ഉദ്ഘാടനം പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.